നസ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനയുടെ മരണ വാർത്ത പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആക്രമണം തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എത്രത്തോളം ശക്തമായ ഇന്റലിജൻസ് സംവിധാനമാണ് ഇസ്രായേലിന്റേത് എന്നുകൊണ്ട്. കാരണം ഇവരുടെ പല സുരക്ഷാ തന്ത്രപരമായ മേഖലകളിലും കയറി അവിടെ നിന്ന് വിവരം ചോർത്താനും മറ്റു കാര്യങ്ങളുമൊക്കെ എത്തിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത്തരം ഒരു സുരക്ഷാ കൗൺസിൽ യോഗത്തിനിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു എല്ലാ സുരക്ഷാ മേധാവികളും മുതിർന്ന ആളുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗം ചേർന്നു എന്നുള്ളത് തന്നെ അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഒരു ആക്രമണ സാധ്യത മുൻകൂട്ടി കാണുന്നതിൽ ഇറാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ആ പരാജയം ഇറാനും ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഈ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് സാങ്കേതിക സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇറാൻ ഇപ്പോഴും ഒരു പാരമ്പര്യ രീതികളും ഇന്റലിജൻസ് പിന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും സങ്കേതങ്ങളും അവർ സ്വീകരിക്കുകയും വളരെ കുറ്റമറ്റ രീതിയിൽ ഈ ആക്രമണം നടത്താനും വിവരങ്ങൾ സമാഹരിക്കാനും കൈമാറാനുമുള്ള അവരുടെ ഒരു പ്രാവീണ്യം അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ ഈ ഇന്റലിജൻസ് സമാഹരണത്തിലും അതോടൊപ്പം തന്നെ ഇത്തരം ഓപ്പറേഷനുകൾ കൃത്യമായ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യുന്നതിലും ഇറാന്റെ പരാജയം ഇത് ആദ്യമായിട്ടല്ല ലോകം കാണുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത് ഹമാസ് നേതാവിനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തെഹ്റാനിലെത്തിയ ഘട്ടത്തിലാണ് കൃത്യമായിട്ട് അദ്ദേഹം താമസിക്കുന്ന വസതി നിർണ്ണയിക്കുകയും അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത്. അതിനു മുമ്പേ ലബനാനിലെ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള വധിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇതേപോലുള്ള നിർണായകമായിട്ടുള്ള ഒരു ഒത്തുചേരലിന്റെ ഘട്ടത്തിലാണ് ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചുകൊണ്ടാണ് ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കിയത്. അപ്പോൾ ഈ കൃത്യതയാർന്ന രീതികൾ കൈക്കൊള്ളുന്നതിൽ അല്ലെങ്കിൽ ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിൽ അമേരിക്കയും ഇസ്രായേലും കുറെ പടി മുന്നിലായിരിക്കെ തികച്ചും പാരമ്പര്യ സ്വഭാവത്തിലുള്ള രീതികളും സമീപനങ്ങളുമാണ്. അത് മാത്രം കാര്യത്തിൽ കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ല. കാരണം പിന്നിട്ട് കുറേ വർഷങ്ങളായി ഉപരോധം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പോലും ഇറക്കുമതി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന വ്യോമ ആക്രമണങ്ങളിലും അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇറാന് ഒരു വലിയ ഒരു മേൽക്കൈയോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇറാന് പരിമിതികളുണ്ട്. കാരണം 30-40 വർഷം മുമ്പുള്ള സങ്കേതങ്ങളും സൗകര്യങ്ങളുമാണ് ഈ വ്യോമ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇറാന്റെ പക്കലുള്ളത്. നേരെ മറിച്ച് നാവികസേനയുടെ വൈദഗ്ധ്യത്തിലേക്ക് വരുമ്പോൾ കരസേനയുടെ മിടുക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു സൈനിക ഘടനയും സംവിധാനങ്ങളും സങ്കേതങ്ങളും ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ആദ്യഘട്ട ഒരു ആക്രമണത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ടോ മറ്റോ അമേരിക്കക്കും ഇസ്രായേലിനും ഇറാൻ അവസാനിച്ചുവെന്നോ ഇറാന്റെ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടുവെന്നോ അവിടുത്തെ മിസൈൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്നതൊക്കെ അവകാശവാദങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യമില്ല. കാരണം 80കളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. ഇറാഖിനെ അമേരിക്കയും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഉപരോധങ്ങളിലൂടെയൊക്കെ പോയി ഒരു രാജ്യമാണ്. സാങ്കേതിക സംവിധാനങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നിലുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു രാജ്യം എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതെന്നുള്ള കാര്യം കൂടി MC നാസർ പറയുന്നുണ്ട്.